അമേരിക്കൻ ഐക്യനാടുകളുമായുള്ള ഉഭയകക്ഷി വ്യാപാര ചർച്ചകൾ കാനഡ ഔദ്യോഗികമായി നിർത്തിവെച്ചതായി പ്രധാനമന്ത്രി മാർക്ക് കാർണി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം കാനഡയ്ക്ക് മേൽ അടിച്ചേൽപ്പിച്ച ഏകപക്ഷീയമായ തീരുവകൾക്ക് ശക്തമായ തിരിച്ചടി നൽകാൻ കാനഡ നിർബന്ധിതരായിരിക്കുകയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അമേരിക്കൻ നടപടികൾ അന്താരാഷ്ട്ര വ്യാപാര കരാറുകളുടെ ലംഘനമാണെന്നും ഇത് കാനഡയുടെ സാമ്പത്തിക പരമാധികാരത്തിനുമേലുള്ള കടന്നുകയറ്റമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ കാനഡ സമാനമായ രീതിയിൽ ഡോളറിന് ഡോളർ എന്ന കണക്കിൽ പ്രതികാര തീരുവ ചുമത്തുമെന്നാണ് കാർണി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ട്രംപിന്റെ നയങ്ങൾ കാരണം കനേഡിയൻ വിപണിയിൽ ഉണ്ടാകുന്ന ആഘാതം നേരിടാൻ ഈ തീരുമാനം അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് കടുത്ത ഇറക്കുമതി തീരുവ ചുമത്തുന്നതോടെ രാജ്യത്തിന്റെ ആഭ്യന്തര വിപണിയെ സംരക്ഷിക്കാൻ സാധിക്കുമെന്നാണ് കനേഡിയൻ ഗവൺമെന്റ് പ്രതീക്ഷിക്കുന്നത്. അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സാമ്പത്തിക സമ്മർദ്ദങ്ങളിൽ നിന്നും കനേഡിയൻ തൊഴിലാളികളെയും വ്യവസായങ്ങളെയും സംരക്ഷിക്കാൻ ബഹുമുഖ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പു നൽകി. വ്യാപാര യുദ്ധം കാരണം തൊഴിൽ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള മേഖലകളിൽ പ്രത്യേക സാമ്പത്തിക പാക്കേജുകൾ അനുവദിക്കും. കനേഡിയൻ നിർമ്മാണ മേഖലകളെയും കാർഷിക രംഗത്തെയും തകർച്ചയിൽ നിന്ന് കരകയറ്റാൻ ഗവൺമെന്റിന് പൂർണ്ണ പിന്തുണ നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അമേരിക്കയെ മാത്രം അമിതമായി ആശ്രയിക്കുന്ന നിലവിലെ സാമ്പത്തിക നയത്തിൽ നിന്ന് കാനഡ മാറ്റം വരുത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആഭ്യന്തര ഉൽപാദനവും പ്രാദേശിക വിപണികളും ശക്തിപ്പെടുത്തി രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ സ്വയം പര്യാപ്തമാക്കുകയാണ് പുതിയ ലക്ഷ്യം. കാനഡയ്ക്കുള്ളിൽ തന്നെ ഉൽപ്പന്നങ്ങളുടെ വിപണനവും ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി പ്രത്യേക നയരൂപീകരണം നടത്തുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. യൂറോപ്യൻ യൂണിയൻ, ഏഷ്യ പസഫിക് രാജ്യങ്ങൾ, ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രങ്ങൾ എന്നിവയുമായുള്ള വ്യാപാര ബന്ധം കൂടുതൽ വിപുലീകരിക്കാൻ കാനഡ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. അമേരിക്കൻ വിപണിയെ ആശ്രയിക്കുന്നത് കുറച്ച് മറ്റ് ആഗോള വിപണികളിലേക്ക് കനേഡിയൻ ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നതിനാണ് ഗവൺമെന്റ് മുൻഗണന നൽകുന്നത്. പുതിയ വ്യാപാര പങ്കാളിത്തങ്ങൾ രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുമെന്ന് കാർണി പ്രത്യാശ പ്രകടിപ്പിച്ചു. ട്രംപ് ഭരണകൂടത്തിന്റെ വാണിജ്യ നയങ്ങൾ പരമ്പരാഗത അറ്റ്ലാന്റിക് സഖ്യത്തിൽ വൻ വിള്ളലുകളാണ് വീഴ്ത്തിയത്. നാറ്റോ സഖ്യത്തിലെ പ്രധാന പങ്കാളിയായ കാനഡയുമായി അമേരിക്ക ഉടലെടുത്ത ഈ വ്യാപാര തർക്കം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെയും പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. സാമ്പത്തിക മേഖലയിലെ ഈ സംഘർഷം പ്രതിരോധ സുരക്ഷാ മേഖലകളിലെ കൂട്ടായ്മകളെ പോലും ബാധിച്ചേക്കാമെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയങ്ങളുടെ ഭാഗമായി കനേഡിയൻ അലുമിനിയം, സ്റ്റീൽ, കാർഷിക ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് മേൽ ഉയർന്ന തീരുവ ചുമത്തിയാണ് നിലവിലെ പ്രതിസന്ധിക്ക് പ്രധാന കാരണമായത്. ഇത് കാനഡയിലെ ആയിരക്കണക്കിന് തൊഴിലാളികളുടെ ഉപജീവന മാർഗത്തെ ബാധിക്കുന്ന അവസ്ഥയിലെത്തിയപ്പോഴാണ് കടുത്ത തീരുമാനങ്ങളിലേക്ക് കടക്കാൻ കാനഡ നിർബന്ധിതരായത്. അമേരിക്കൻ വ്യവസായങ്ങൾക്കും ഉപഭോക്താക്കൾക്കും കാനഡയുടെ ഈ പുതിയ തീരുമാനം വൻ തിരിച്ചടിയാകും. കാനഡ തിരിച്ചടി നൽകുന്നതോടെ അമേരിക്കയിൽ നിന്നുള്ള നിരവധി ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി തടസ്സപ്പെടുകയും അത് അമേരിക്കൻ വിപണിയിൽ വിലക്കയറ്റത്തിന് കാരണമാവുകയും ചെയ്യും. ഉഭയകക്ഷി വ്യാപാരത്തിലെ ഈ വിള്ളൽ ഇരു രാജ്യങ്ങളിലെയും അതിർത്തി ഗ്രാമങ്ങളിലെയും വ്യവസായങ്ങളെ ഒരുപോലെ ബാധിക്കും. തങ്ങളുടെ സാമ്പത്തിക താൽപര്യങ്ങളിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി ശക്തമായ ഭാഷയിൽ വ്യക്തമാക്കി. ട്രംപിന്റെ ഭീഷണികൾക്ക് മുൻപിൽ കാനഡ വഴങ്ങില്ലെന്നും രാജ്യത്തിന്റെ അന്തസ്സും സാമ്പത്തിക ഭദ്രതയും കാത്തുസൂക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം കൂട്ടിച്ചേർത്തു. വ്യാപാര തർക്കം രൂക്ഷമായതോടെ കാനഡയിലെ പ്രതിപക്ഷ പാർട്ടികളും ഗവൺമെന്റിന്റെ തീരുമാനത്തിന് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ട്രംപിന്റെ ഏകപക്ഷീയമായ നിലപാടുകൾക്കെതിരെ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കണമെന്നാണ് പൊതുവികാരം. കനേഡിയൻ ജനതയുടെയും ബിസിനസ്സുകളുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒന്നിച്ചു നിൽക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. അമേരിക്കയും കാനഡയും തമ്മിലുള്ള ഈ സാമ്പത്തിക യുദ്ധം ആഗോള ഓഹരി വിപണികളിലും വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. വടക്കേ അമേരിക്കൻ സ്വതന്ത്ര വ്യാപാര കരാറുകളുടെ ഭാവിയെക്കുറിച്ച് പോലും വ്യാപാരികൾ സംശയം പ്രകടിപ്പിക്കാറുണ്ട്. ആഗോള വിതരണ ശൃംഖലകളെ ഈ പ്രതിസന്ധി കാര്യമായി ബാധിച്ചേക്കാം. കാനഡയിലെ പ്രാദേശിക വ്യവസായങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനായി കനേഡിയൻ ഗവൺമെന്റ് നികുതി ഇളവുകളും വായ്പാ സൗകര്യങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആഭ്യന്തര സ്റ്റാർട്ടപ്പുകൾക്കും ചെറുകിട വ്യവസായങ്ങൾക്കും കൂടുതൽ പ്രോത്സാഹനം നൽകുന്നതിലൂടെ വിദേശ ഇറക്കുമതി കുറയ്ക്കുക എന്നതാണ് പുതിയ സാമ്പത്തിക തന്ത്രത്തിന്റെ പ്രധാന ലക്ഷ്യം.
കാനഡയുടെ ഈ നിലപാട് മറ്റ് നാറ്റോ സഖ്യരാജ്യങ്ങൾക്കും ട്രംപിന്റെ തീരുവ ഭീഷണികളെ നേരിടാൻ പ്രചോദനമായേക്കാം. യൂറോപ്യൻ യൂണിയനും അമേരിക്കയുടെ വാണിജ്യ ഉപരോധങ്ങൾക്കെതിരെ സമാനമായ നടപടികളിലേക്ക് കടക്കാൻ ആലോചിക്കുന്നുണ്ട്. ഇത് ആഗോളതലത്തിൽ വൻകിട സാമ്പത്തിക ശക്തികൾ തമ്മിലുള്ള വ്യാപാര യുദ്ധത്തിന് വഴിവെക്കും. മാറിക്കൊണ്ടിരിക്കുന്ന ഭൗമരാഷ്ട്രീയ സാഹചര്യത്തിൽ കാനഡ തങ്ങളുടെ വിദേശ നയത്തിലും മാറ്റങ്ങൾ വരുത്താൻ തയ്യാറെടുക്കുകയാണ്. അമേരിക്കൻ സ്വാധീനത്തിൽ നിന്ന് മാറി സ്വതന്ത്രമായ ഒരു സാമ്പത്തിക നയം മുന്നോട്ട് കൊണ്ടുപോകാനാണ് മാർക്ക് കാർണിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന്റെ ശ്രമം. ട്രംപിന്റെ തീരുവ യുദ്ധത്തിന് കാനഡ നൽകിയ ശക്തമായ തിരിച്ചടി അമേരിക്ക കാനഡ ബന്ധത്തിലെ ചരിത്രപരമായ ഒരു വഴിത്തിരിവാണ്. സഖ്യരാഷ്ട്രങ്ങളെ പോലും പ്രതിസന്ധിയിലാക്കുന്ന അമേരിക്കൻ നയങ്ങൾക്കെതിരെ കാനഡ ഉയർത്തിയ ഈ പ്രതിരോധം ആഗോള വാണിജ്യ രംഗത്ത് വരും ദിവസങ്ങളിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നതിൽ സംശയമില്ല.